മാറ്റി ഞാൻ ഹ്യൂജിൻ്റെ ഒരു ക്യാമറ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്താ കാലത്ത് LED ഇപ്പോൾ ഇത് ഏറ്റവും മോശം ഡിസ്പ്ലേ ആയിട്ടാണ് കാണുന്നത്. അകത്ത് ഐസ് അല്ല, ഏറ്റവും വലുതാണ്. ഇതിലൊരു എക്സിബിഷനിൽ പോയി വെള്ളം ഡ്രോപ്പ് ചെയ്യും. ലോങ്ങിങ്ങനെയാണ്. പിന്നെ ആ എക്സിബിഷനിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണ അത് ടെക്നോളജി വീക്ക് സൂപ്പറായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ എന്ത് കറക്റ്റായിട്ടാണെന്നറിയോ ഇതിനുള്ള കാര്യം പറഞ്ഞു വിജയം. സാധാരണ അത്ര ഞാൻ കണ്ടില്ല അന്ന്. ഇത് കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മും അത്രയായിട്ട് ചിമ്മും. ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിരിക്കുന്നു. ഞാൻ അവിടെ പോയില്ല എന്ന് തോന്നുന്നു. റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മളെടുത്തേക്ക് തന്നെ അത് ഇത് ഈ ക്യാമറയും 4ൻ്റെ അടുത്ത് ബഡ്ജറ്റായി. ദുബായ് മാളാണെങ്കിൽ ഒരു ദിവസം രാത്രി വരെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതിൽ ഒരു സൈഡിൽ കൂടെ ഏത് പോലത്തെ ക്യാമറ എൻ്റെ മറ്റേ എന്ത് എന്ത് ഏറ്റവും അത് വന്നതിന് ശേഷം ഈ എക്കോ സ്പോട്ടിൻ്റെ 1 ലക്ഷം റുപ്പി. എന്നിട്ട് തന്നെ അവർക്ക് ഇത് നീ എടുത്തോണ്ടി തന്നെ മൈലേജ് ആയിരിക്കും അതിനുണ്ടാവുക. മൈലേജ് കറക്റ്റ് കിട്ടാൻ സ്കേറ്റ് ബോർഡിൽ സ്കേറ്റ് ഗോപ്രോയിൽ പിടിക്കായിരുന്നു. വരികയാണെങ്കിൽ ദുബായിൽ ഇനിയിപ്പോൾ ഈ ബാൻ ഉണ്ടായി 2 years. അത് ഈ ഡിസംബർ മുതൽ എടുത്ത് കളയാം. അപ്പോൾ വീണ്ടും കൊള്ളണോ? കാരണം ഇവിടെ പിന്നെ 160 റീച്ച് 60 വേൾഡ് റെക്കോർഡുകളുണ്ട് ഇവിടെ. ഓരോ സമയത്ത് ഓരോന്നായിട്ട്. മോസ്റ്റ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള അല്ലടാ ലണ്ടനൊക്കെ ഒഴിവാക്കുക. പക്ഷേ എല്ലാ കൺട്രിയിലും ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയ 135 ദുബായ്. അതാന്ന് പറഞ്ഞേ. അങ്ങനെ വേറെ പിന്നെ സിംഗപ്പൂരുള്ള നമുക്ക് ഇന്ത്യക്കാരിലേക്കും കൂടുതൽ നല്ല എന്താ പറയുക ബേപ്പൂരിൽ നിന്നൊക്കെ ഒഴുകി കിടക്കുന്ന റെസ്റ്റോറൻ്റ് അല്ലേ അതുപോലെ തോന്നുന്നു. അതേ കളറൊക്കെ ഇട്ടിട്ട് അതേപോലെയാക്കി ചെയ്യും. നടക്കുമല്ലേ.